വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ മഴയല്ലേ, മഴയത്ത് സേഫായിട്ട് എല്ലാവരും ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പം ഞാൻ കുറേ ദിവസമായി ഇന്ന് ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പം മഴ വീണു. ഭയങ്കരമായിട്ട് മഴയായിരുന്നു. കുറേ നേരമായിട്ട് മഴയുണ്ട്. ഇപ്പോഴും മഴക്കാറ് മൂടി നിൽക്കുക, ഏത് നിമിഷമേനും വീഴും എന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. എൻ്റെ സ്ഥലം വരുന്നത് ചങ്ങനാശ്ശേരി കോട്ടയാണ്. അപ്പം ഇവിടെ എൻ്റെ ആൻറ്റി വന്ന് കുറച്ച് പഴം കൊണ്ടുത്തന്നു. ബനാന. അപ്പം ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാതെ ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മഴയല്ലേ, അപ്പോൾ ഒരിത് മഴയത്ത് കട്ടൻ ചായ, പഴയ പാട്ട്, പഴംപൊരി, ആ ഒരു മൂഡ് പിടിച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം കുറേ നേരമായിട്ട്. അപ്പം പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. വ്ളോഗ് എന്തെങ്കിലും എടുക്കണം, കുക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വ്ളോഗ് എടുക്കണം, ടിപ്സ് എന്തെങ്കിലും നോക്കണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. സ്റ്റിൽ ഒന്നരയ്ക്ക് വയ്യായിരുന്നു. എനിക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു. അതാണ് ഞാൻ അതെടുക്കും. അപ്പം ഞാൻ മൈദ വേണമല്ലോ പഴംപൊരി ഉണ്ടാക്കാൻ, മൈദ മസ്റ്റാണല്ലോ. അപ്പം മൈദ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ ജിമ്മിയങ്ങൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജിമ്മിയങ്ങൾ മൈദ എടുത്തുകൊണ്ട് ഇപ്പോൾ വരും. അപ്പം നമുക്കതിന് എല്ലാവരും ഉണ്ട്. കറണ്ട് പോയി ഗൈസ്. ഇവിടെ എല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കറണ്ട് പോയാച്ച്. ആൻറ്റി ഇരിക്കുന്നു, ഹായ് പറയൂ. വല്യമ്മ കിടക്കുന്നു, ഹായ് പറയൂ വല്യമ്മ. അച്ഛ ഇരിക്കുന്നു, അച്ഛേ ഹായ് പറയൂ. ഹലോ പറയൂ. ഹലോ ഹലോ. അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. എന്ത് പഴംപൊരി ഉണ്ടാക്കാം? ഏത്തക്ക വെച്ചല്ലേ, മറ്റേ ചെറിയ പഴം വെച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് എണ്ണയും മൈദയും ജിമ്മിയങ്ങൾ എടുത്തോണ്ട് വരും കടയിൽ നിന്ന്. ജിമ്മിയങ്ങൾ എത്തിയിരിക്കുന്നു, മൈദ ഇതെല്ലാം ആയിട്ട് വരുന്നു. ജിമ്മിയങ്ങൾ ഹായ് പറയൂ യൂട്യൂബ് ചാനൽ ഹായ്. അപ്പൊ എനിക്ക് മൈദയും കിട്ടി. ഇത്രയും മൈദ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ച് മതി. എനിക്ക് എണ്ണയും കിട്ടി. താങ്ക് യു. അപ്പൊ നമുക്ക് അങ്ങൾ എവിടെ പോവാ? കടയിലോട്ട് പോണോ വീട്ടിലോട്ടോ? ഇത് നമ്മുടെ കട. നമുക്ക് എണ്ണ കിട്ടി, നമുക്ക് മൈദയും കിട്ടി. എന്റെ കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ് മൈദ. ഞാൻ പഴമുണ്ട്. എന്തായാലും ഇവിടെ ഇരുന്ന ചീത്തയായിരിക്കും, ഉറപ്പുള്ള കാര്യം. ആരും അങ്ങനെ എടുത്ത് തിന്നത്തില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ഇതെടുക്കാലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പഴംപൊരി ഉണ്ടാക്കാലോ. ഇതിന്റെ പേരാണ് ഗൈസ് ഞാനിപ്പോ ആന്റി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുമ്പോഴല്ല, എനിക്കറിയത്തില്ല. അപ്പം ഇത് ഞാലിപ്പൂവമ്പഴം വെച്ചാണ് ഞങ്ങൾ ഒരു വെറൈറ്റി പഴംപൊരി. സാധാരണ ഏത്തക്ക വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ്, ഒരു വെറൈറ്റി വേണ്ടേ. ഒരു പഴംപൊരി അപ്പൊ ഇത് വെച്ച് ഞങ്ങള് പഴംപൊരി ഉണ്ടാക്കുന്നു അല്ലേ? അല്ലേ? ആര് ഞങ്ങൾക്ക് വെപ്പല്ലേ ഒരെണ്ണം മേടിച്ചു തരുവാണെങ്കിൽ വലിയ അങ്ങോട്ട് പോണ്ട, ഇത്രയും പോണ്ട, ഇങ്ങനെ വിളിച്ചതാ. അപ്പൊ ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കിയിട്ട് വരാം. അടുത്തത് ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വരാം. അനിന് വിളിച്ചു കാണിച്ചു തരാം. ഈ പഴം കൊണ്ട് തന്ന വിദ്യനെ കാണാൻ നിനക്ക്. ഇനി പാ ഇവിടോട്ട് പാ. മൂവാണ്ടൻ മാവിന്റെ കുളിര് വീണൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ്.
കട്ട് ചെയ്യണം. പുഞ്ചക്കേടി മടല് ചുരുക്കി ഇതെല്ലാം കുത്തി ചുരുക്കി ഇങ്ങനെയാണ് ഇത്രയും ദിവസമാണ് ഞാൻ ഇനി പഴം മുക്കിയിട്ട് ഇടാൻ പോവാണ്. ആന്റി എനിക്ക് ഹെൽപ്പിനുണ്ട്. അപ്പം ആന്റി പറ, ആന്റി എന്നെ പൊക്കി പറ ഇച്ചിരി. ആന്റി ഫസ്റ്റ് ടൈം ഞാനിപ്പോൾ എന്റെ നാത്തൂന്റെ മോളരിക്ക് വന്നത് അവളെ കണ്ട് അവൾ എന്നെ കൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്ന് എന്നെ കൊണ്ട് പഴം പൊരിക്കാൻ എടുത്ത് കൊച്ചിനെല്ലാം അറിയാം. അവളെ ഞാൻ കല്യാണം കഴിച്ച് പോകുമ്പോ എല്ലാം ഓക്കെ ആയി പഠിച്ച് മിടുക്കിയാകാൻ വേണ്ടി ഇപ്പൊ റിയേഷൻ എടുക്കുന്നു. അതെ അതെ അതെ. അപ്പൊ നമുക്ക് പഴം വറക്കാം, പൊരിക്കാം. അയ്യോ എന്റെ എണ്ണ തിളച്ച്. എളുപ്പം കാര്യം അപ്പൊ നമുക്കത് നോക്കി ഡിപ്പ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്കെല്ലാം കാര്യം പറഞ്ഞു തരുന്നേ ഉള്ളൂ. എപ്പോഴും ചട്ടി ചൂടായിട്ട് എണ്ണ പഴം ഇടുമ്പോൾ എണ്ണ തീ ചെറുതാക്കിയിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എണ്ണ തെറിച്ച് അപകടമാണ്. പിന്നെ പഴം മറിച്ചിട്ട് കൊടുക്കണം. അവിടെ പഴം തന്നെ കുറിച്ച് കൊടുക്കാൻ ഉദ്ദേശമായിരിക്കണം. അവിടെ തന്നെ ഭർത്താവിന് പഴം തന്നെ കൊടുക്കാൻ കൊളസ്ട്രോളും ഷുഗറും ഒന്നും കൂട്ടിയാക്കി പിന്നെ ഞങ്ങള് കണ്ടോണം. ഞാനും അമ്മയൊക്കെ ചക്ക വറക്കും. ഞങ്ങൾ കുറെ വീഡിയോസ് എടുക്കും. കണ്ടോണം. ഞങ്ങള് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആവും. കണ്ടോണം അതുപോലെ ആവും. ഞാൻ പുളിയല്ലേ, സൂപ്പറല്ലേ. അതല്ലേ അടുക്കണക്കെ അമ്മ ആയിക്കോളും. ചെയ്ത് കൊടുത്താൽ അമ്മ സഹായിക്കും. നല്ല അമ്മമാരാണ് കൂടെ നിന്ന് നല്ലപോലെ സഹായിക്കും. മനസ്സിൽ കാര്യങ്ങളൊക്കെ ചില അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓമ്പഴം പോലെ കട്ടിയുണ്ട്. ഞാനിപ്പോഴാണ് വിചാരിച്ചിരിക്കും. അച്ഛേ ഞാനുണ്ടാക്കിയ പഴംപൊരിയാ, കഴിച്ചു നോക്കിക്കേ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിക്കേ. കൊള്ളാവോ? നല്ലാണോ? അങ്ങനെ ഞാൻ പഴംപൊരി പാക്ക് ചെയ്തു. പാക്ക് ചെയ്തെന്ന് വെച്ചാൽ ഡെസ്സക്കകത്തിട്ട് ഞാൻ ഇനി അപ്പുറം പോവാ. ചേച്ചിയുടെയും കുഞ്ഞാച്ചടിക്കൊക്കെ ചെമ്പാവ് പൊന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. ഹലോ, എന്താ എന്തുണ്ട്?
പഞ്ചാരപ്പാലട പ്രഥമൻ തുശനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ അത് ഞാൻ മറ്റേ കുഞ്ഞ പഴമായിരുന്നേ. പേരൊന്നും ചോദിച്ചില്ലേ? ആ പഴം കുഞ്ഞതായിരുന്നു. അപ്പൊ അത് കൊറേ ഇരുന്നിട്ട് വെറുതെ ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കി. പിന്നെ എനിക്കൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. കുഞ്ഞാച്ചി ഹായ് പറയൂ. മൂവാണ്ടൻ മാവിന്റെ കുളിര് വീനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് കുഞ്ഞാറ്റ കഴിക്കുക എങ്ങനെയുണ്ട്? കുട്ടപ്പായി പറ കുട്ടപ്പായി കണ്ടില്ല എന്റെ ബ്ലോഗിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ കൊതി നറു നറുവാടങ്ങൂട ചൊരുക്കി ഇന്നലെ അവള് പറഞ്ഞല്ലോ തിന്നലും ചീറ്റില്ലാന്ന് മര്യാദക്ക് വിടാതിരുന്നപ്പോ കുടിക്കുമ്പോൾ വിയർപ്പാറ്റാൻ അടുത്തുവായോ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കുന്നേ എടുത്തു പറഞ്ഞു മൂവാണ്ടൻ മാവിന്റെ കുളിര് വീനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് അപ്പൊ പഴംപൊരി കഴിഞ്ഞു, എല്ലാം കഴിച്ചു, ചായ കുടിച്ചു, തീർന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ചായ കുടിച്ച് പയ്യെ തിരുത്തോളൂ, ഇപ്പൊ തിരുത്തില്ല. അതുകൊണ്ട് ഇത് മെഗാ സീരിയലാക്കാൻ എന്നെ കൊണ്ട് വയ്യ. അപ്പം അത് ഞാൻ വീഡിയോ ഇടുമ്പോ പറയാം. അപ്പം എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അടിക്കണം. അപ്പൊ ഓക്കെ, ബൈ പറ. ബൈ.